ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ റമീസ് വാസിയാസ്. ഇപ്പോൾ നമ്മളുള്ളത് ഉൾക്കാഴ്ച കൊണ്ട് അന്ധതയെ തോൽപ്പിച്ച് B.Ed കരസ്ഥമാക്കിയ നമ്മുടെ മധുവിൻ്റെ അഭിമാനമായ സലാമത്തിൻ്റെ വീട്ടിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇന്ന് നമ്മൾ സലാമത്തിൻ്റെ വിശേഷങ്ങൾ കണ്ടു നോക്കാം. നമ്മൾ കൂടിയുള്ളത് സലാമത്താണ്. സലാമത്തിൽ ഞാൻ 8 മുതൽ 10 വരെ ഒരുമിച്ച് ഒരേ ബാച്ചിലുണ്ടായവരാണ്. അപ്പോൾ സലാമത്തിന് അന്നേരം ആ ടൈം കൊണ്ടാക്കുന്നതിൽ ഉമ്മയല്ലേ കൊണ്ടാക്കിയിരുന്നത്. ഉമ്മാനെയാണ് അധികം കാണൽ ബസ്സിൽ കൊണ്ടാക്കുന്നത്. ഇത്രയും വിജയത്തിൻ്റെ രഹസ്യം പിന്നെ ഉമ്മയുടെ സപ്പോർട്ട് തന്നെയാണോ? തീർച്ചയായിട്ടും എൻ്റെ വിജയത്തിൻ്റെ രഹസ്യം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഉമ്മിക്കാക്കിയാണ് എൻ്റെ ഒരു നട്ടലായിട്ട് പ്രവർത്തിച്ചത് അവരാണ്. കാരണം പിന്നെ എൻ്റെ ഓഫീസിലാണെങ്കിൽ ഇക്കാക്ക ഞാനിവിടെ 7ാം ക്ലാസ്സിൽ കോഴിക്കോട് ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചിട്ട് 8ലേക്ക് വന്നേ പിന്നെ ഇക്കാക്ക എനിക്കായിട്ട് ഇക്കാക്കൻ്റെ പഠിത്തം നിർത്തി. എന്നിട്ട് ഒരു പഴയ ഒരു സെക്കൻഡ് ഹാൻഡ് ഓട്ടോ വാങ്ങിച്ച് ആ ഓട്ടോ വാങ്ങിച്ചിട്ട് എന്നെ കൊണ്ടാക്കാനും കൊണ്ടുവരാൻ അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഒരു ഓട്ടോ തന്നെ വാങ്ങിച്ച് പിന്നെ ഇക്കാക്ക് ഇല്ലാത്ത ടൈമിൽ ഉമ്മ കൊണ്ടുപോയി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫീതാൻ്റെ കാര്യമൊക്കെ ഞാൻ മുമ്പത്തെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫീതനെയാണ് പിന്നെ എനിക്ക് കിട്ടിയൊരു കൂട്ടി. അപ്പം ഇക്കാക്കില്ലാത്ത സമയത്ത് ഉമ്മ കൊണ്ടാക്കുമ്പോൾ ഞാനും ഫീത ഒരുമിച്ചുണ്ടാവും. ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറേ കൊല്ലത്തിന് ശേഷമാണ് ഞാൻ സലാമത്തിനെ കണ്ടത്. അതിപ്പോൾ ഈ ലോക്ക്ഡൗണിന്റെ കുറച്ച് മുമ്പായിട്ട് ബസ്സിൽ വെച്ചിട്ടാണ് കണ്ടത് സലാമത്ത് വരുന്നത് ബസ്സിന്. അപ്പോൾ ബസ്സിൽ നിന്ന് ഞാൻ ഒരു ഇതാണ് ഫോൺ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. അത് സെന്ററിൽ എത്തിയവരൊന്ന് ഫോൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കറക്റ്റ് ടൈമാകുമ്പോൾ മുമ്പ് ഇവിടെ ബസ് സ്റ്റോപ്പിൽ അങ്ങനെയാണ് ബസ് സ്റ്റോപ്പ് ഇതൊക്കെ മനസ്സിലാകുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്നോട് എല്ലാ ബസ്സുകാരും ചോദിക്കലുണ്ട് അതെങ്ങനെ കറക്റ്റായിട്ട് ബസ് സ്റ്റോപ്പ് മനസ്സിലാകുന്നു. അത് നമ്മൾ പറഞ്ഞാൽ ഇപ്പം കാണാത്തതുകൊണ്ടന്നെ നമ്മൾ ഒബ്സർവ് ചെയ്യും. കാരണം ആ ഒബ്സർവ് ചെയ്താലേ നമുക്ക് എന്ത് മനസ്സിലാവുള്ളൂ. നമ്മളിപ്പോൾ എവിടെയാണ് എങ്ങനെയാണ് ആരാണ് സംസാരിച്ചത് ആരിപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് ആരെങ്കിലും വരുന്നത് അതൊക്കെ നമുക്ക് മനസ്സിലാവണം. നമ്മൾ ഒബ്സർവ് ചെയ്ത് പറ്റത്തില്ല. ഞാൻ കൂടുതലും കാണാത്തതുകൊണ്ട് അതായത് പിന്നെ ഈ എനിക്കൊരു കാര്യം ഇപ്പോൾ നമ്മൾ 7 സ്ഥലത്ത് പോകുന്നത് ഒരു 5-6 തവണ പോയി കഴിഞ്ഞാൽ ആ സ്ഥലത്തിന് നമ്മൾ എന്തെങ്കിലും ഒരു സിഗ്നൽ കണ്ടു. അപ്പം എനിക്ക് ഇവിടുത്തെ സിഗ്നൽ എന്ന് പറയുന്നത് പിന്നെ നമുക്കറിയില്ലേ പെട്രോൾ പമ്പ് കിട്ടുന്ന ഒരു തിരിഞ്ഞ് വരുന്നതാണ്. തങ്ങളവള്ളിക്ക് സെയിമാണ് തിരിഞ്ഞ് വരാനുണ്ട്. ഈ മാട്ടൂർ എന്താണെങ്കിലും അത്രയും തിരിഞ്ഞ് വരുന്ന വേറെ സ്ഥലമില്ല. സെൻട്രലിൽ അത് എനിക്ക് ചില സമയത്ത് ചില സ്റ്റോപ്പൊക്കെ മനസ്സിലാവും, ചില സ്റ്റോപ്പ് മനസ്സിലാവത്തുമില്ല. ചില സ്റ്റോപ്പിൽ ഇപ്പം നിർത്താനൊക്കെ വരും. അപ്പം നമ്മളിങ്ങനെ ചിലർ ചോദിച്ചിട്ട് ഇങ്ങനെ സ്റ്റോപ്പ് എണ്ണീറ്റാണ് മനസ്സിലാക്കണം. അല്ലല്ല, എണ്ണീറ്റ് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും പല സ്ഥലത്ത് എത്തിപ്പോവും. കാരണം നമുക്കറിയാം ബസ്സൊക്കെ ചിലപ്പോൾ ഒരു സ്റ്റോപ്പിലൊക്കെ നിർത്താണ്ട് പോകും. അതല്ലെങ്കിൽ അവർക്ക് നിർത്തില്ല. അപ്പം എൻ്റെ മെയിനായിട്ടുള്ളൊരു സിഗ്നൽ എന്ന് പറയുന്നത് ഈ ആസ്പത്രിയും തങ്ങളവള്ളിയാണ്. അത് കഴിഞ്ഞ പിന്നെ വായനശാലയ്ക്ക് നിർത്തിയിട്ടില്ലെങ്കിൽ എനിക്ക് ഏകദേശം തങ്ങളവള്ളിക്ക് വായനശാലയ്ക്ക് ഇത്ര ഒരു സ്പേസ് ഇത്ര ഡിസ്റ്റൻസേ ഉണ്ടാവുള്ളൂ എന്ന് എനിക്ക് ഏകദേശം ഒരു ധാരണ. അത് അവിടെ വായനശാലയ്ക്ക് നിർത്തിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. എനിക്ക് എൻ്റെ ഫോൺ ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാ ഫോൺ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് Redmi 8 ആണ്. അതായത് ഇപ്പം അതിൽ എല്ലാ ആൻഡ്രോയിഡ് ഫോണിലും ടോക്ക് ബാക്ക് ഒരു സിസ്റ്റം ഉണ്ട്. അതെല്ലാ ആൻഡ്രോയിഡ് ഫോണിലും ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫീമെയിൽ വോയിസ് വരും. അപ്പം പിന്നെ നമ്മൾ ചെയ്യുന്നത് ഡബിൾ ടാപ്പാണ്. അപ്പം അതിൻ്റെ കൂടെ ഞാനൊരു വേറെ സോഫ്റ്റ്വെയർ കൂടെ ഇൻസ്റ്റാൾ ചെയ്യും. ഇതിപ്പോൾ സാധാ ഫോൺ ഫിംഗർ പ്രിൻ്റാണ് ഫോണായി. അപ്പം ഇത് സാധാ ഒരു ഫോണ് ഇതിപ്പോൾ വർത്താനം പറയണം. ഫോണ്, മെസ്സേജ്, ബ്രൗസർ, ക്യാമറ, ഈ സ്പീക്കാണ് ഈ സൗണ്ട് വരുന്നത് സോഫ്റ്റ്വെയർ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടോക്ക് ബാക്കിൽ ഉണക്കാൻ ഫീമെയിൽ വോയിസ് ആയിരുന്നു. വാട്സപ്പിൽ 15 മെസ്സേജ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഇൻസ്റ്റഗ്രാം ഇപ്പോഴത്തെ വന്നു കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ മ്യൂസിക് ഇങ്ങനെ എല്ലാം പറഞ്ഞു തരും. പിന്നെ ഒറ്റ 2 വ്യത്യാസമാണ് ഞാൻ വിചാരിച്ചപ്പോൾ തോന്നി. ഒന്നിപ്പോൾ ഫോൺ ഇങ്ങനെ ഡബിൾ ടാപ്പ് ചെയ്യും എന്നാലും തോന്നുന്നു ബാക്ക് കഴിക്കണമെങ്കിൽ ഇതുപോലെ
വാട്സപ്പ് പ്രിയങ്ക എന്ന് പറഞ്ഞത് ഫ്രണ്ടിൻ്റെ ചാറ്റ് എടുക്കുന്നു. അവർക്ക് ഇങ്ങനെ എല്ലാം ഡബിൾ ടാപ്പ് ചെയ്യണം, പക്ഷെ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആവശ്യമില്ല. ഹായ് അപ്പം ഇത് പറഞ്ഞു തരും. ഞാനിപ്പോൾ എന്താ അയച്ചു ഹായ് എന്ന് അയച്ചിട്ടുണ്ട്. ഇപ്പം പിന്നെ ഇപ്പം സുഖാണ് ആ ഇങ്ങനെ ഞാൻ ടൈപ്പ് ചെയ്തിട്ട് സ്പേസ് വെച്ചതിന് സുഖാണോ എന്ന് പറഞ്ഞു തരും. അപ്പോൾ നമുക്ക് സുഖമായിട്ട് എല്ലാത്തിനും പറ്റും. ഈ ടൈപ്പിങ്ങിൽ മാത്രമാണ് സിംഗിൾ ടച്ച്, ബാക്കിയെല്ലാം ഡബിൾ ടാപ്പ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇതെല്ലാം നമുക്ക് പറഞ്ഞു തരും. പിന്നെ ആരാണ് മെസ്സേജ് അയക്കുന്നത്, എന്താണ് മെസ്സേജ്, പിന്നെ ഇപ്പോൾ ആരെങ്കിലും വിളിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ നമ്പർ സേവ് ആണെങ്കിൽ ആ നമ്പർ തുടങ്ങുന്നത് പറഞ്ഞു തരും, നമ്പർ പറഞ്ഞു തരും. എല്ലാം നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല. എൻ്റെ അറിവിൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇപ്പം ഓൺലൈൻ ഷോപ്പിംഗ് വരെ ചെയ്യുന്നുണ്ട്. നമുക്ക് തന്നെ ഗൂഗിൾ പേ ചെയ്യാൻ പറ്റും, എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സലാമത്തിനും ചെയ്യാൻ കഴിയും. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചു ഉമ്മാടെ നമ്പർ മാത്രമേ ഇപ്പൊ എന്താ സേവ് ഉണ്ടായി. അല്ലല്ല, അത് ഞാനിങ്ങനെ ഫോൺ എടുക്കുമ്പോൾ തന്നെ എല്ലാവരും അടുത്തിരിക്കുന്നവർക്ക് ചോദിച്ചു, പിന്നെ ഞങ്ങൾ എടുത്തു തരണം. പക്ഷെ അവർക്ക് പറ്റില്ല, കാരണം ഇത് ഡബിൾ ടാപ്പ് ചെയ്യുന്നതല്ലേ. എൻ്റെ ഫ്രണ്ട്സിന് തന്നെ ദേഷ്യം പിടിക്കും. അവർ ചില സമയത്ത് ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കാൻ നോക്കുമ്പോൾ അപ്പം ഞാൻ ഇത് ടോപ്പ് ബാക്ക് ഓഫ് ചെയ്തിട്ട് ഞാൻ കൊടുക്കും. ടോപ്പ് ബാക്ക് ഓഫ് ചെയ്ത സാധാരണ സെറ്റ് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഉള്ളവരൊക്കെ ഇപ്പൊ ഇങ്ങനെ പഠിക്കാൻ ഇതാക്കാൻ നിൽക്കില്ല, വീട്ടിൽ തന്നെ ഇരിക്കല്ലേ ചെയ്യുന്നത്. അപ്പൊ അവരോട് എന്തോ സലാമത്തിന് പറയാനുള്ളത്, നമ്മൾക്ക് കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നവർക്ക്? അതെന്ന് പറഞ്ഞാല് പിന്നെ നമ്മുടെ കുറ്റം കൊണ്ടൊന്നല്ലല്ലോ കുറവുകളൊന്നും ഉണ്ടാവുന്നത്. അപ്പം ആ കുറവിനെ കുറവല്ലാതാക്കി മാറ്റാൻ ശ്രമിക്കാം. നമുക്കിപ്പം ഒരു കുറവുണ്ട് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ഒരു കുറവിന് പഠിച്ചാൽ നമുക്ക് 100 കഴിവുകൾ തന്നിട്ടുണ്ടാവും. അപ്പം ആ കുറവിനെ അവിടെ വെച്ചിട്ട് ആ കഴിവുകളെ മുമ്പോട്ടേക്ക് കൊണ്ടുവരും. അപ്പം തന്നെ നമുക്ക് ഒരു പകുതി വിജയമാവും. പിന്നെ ഫാമിലിൻ്റെ സപ്പോർട്ടും കൂടെ കിട്ടുകയാണെങ്കിൽ ഉറപ്പാണ്. ഇപ്പം എൻ്റെ ഒരു ഞാൻ പറയില്ല, എൻ്റെ ഒരു വിജയത്തിൻ്റെ ക്രെഡിറ്റൊക്കെ എൻ്റെ വീട്ടുകാർക്കും ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാം. ഫ്രണ്ട്സിന് മാത്രമല്ല നാട്ടുകാർക്ക്, കാരണം അവരുടെയൊക്കെ സപ്പോർട്ടും കൂടി കൊണ്ടാണ് ഞാനിവിടെ വരെ എത്തിയത്. അപ്പോൾ പിന്നെ നമ്മുടെ കുറവിനെ എല്ലാവരും ഇങ്ങനെ അയ്യോ പിന്നെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അല്ല, എനിക്കും പറ്റും എന്ന് തെളിയിച്ചു കൊടുക്കും. അത് ഞാൻ പിന്നെ എല്ലാവരോടും പറയലുണ്ട്, ഈ നമ്മളെ ഇങ്ങനെ മാറ്റി നിർത്തുമ്പോൾ ഇല്ല നമുക്ക് പറ്റും എന്ന് പറഞ്ഞിട്ട് ആ ഒരു മുമ്പോട്ടേക്ക് വരിക. അപ്പം തന്നെ അവർക്കും ഒരു ഇത് വരും, അവിടെ ആ ഒരു ഇതുകൊണ്ട് വന്നല്ലോ എന്നുള്ള ഒരു തോന്നൽ വരും. പിന്നെ നമുക്ക് സാധാരണക്കാർക്ക് ചെയ്യാണ്ട് കുറച്ച് അവരോട് സിമ്പതി കാണിക്കാതിരിക്കുക, കൂടുതലും സിമ്പതി കാണിക്കാതിരിക്കുക. എനിക്കറിയാം ഒരുപാട് പേര് എന്നോട് സിമ്പതിയിൽ സംസാരിക്കും, സിമ്പതി കാണിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്കതും അതിനോട് ഇഷ്ടമല്ല. കാരണം ആ സിമ്പതി നമ്മളെന്നും ഒരു ഡിപ്പെൻഡഡ് ആക്കി മാറ്റും. കാരണം നമുക്ക് ആ ഒരു സിമ്പതിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ബാക്കോട്ട് അടിക്കുക. നമുക്കെല്ലാം ചെയ്തു തരും. ഇപ്പം ഞാനിപ്പോൾ ഇപ്പം എൻ്റെ അനിയത്തിയോട് ഞാൻ പറയില്ല, നീ ഒന്ന് പോയി ഫോൺ എടുത്തിട്ട് പറയും. സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു. പക്ഷെ ഞാൻ അവളോട് അത് അവളുടെ ആശ്രയം തരും. അത് ശരിക്കും അങ്ങനെ വേണ്ടായിരുന്നു. അത് ആ ഒരു ഇത് മാറ്റണം. കാരണം ഇപ്പോൾ ഒരാൾ നമ്മളിപ്പം നടന്നു പോകുമ്പോൾ നമുക്കൊരു ഹെൽപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ ചോദിക്കും, ഒരു ഹെൽപ്പ് ചെയ്യും. അല്ലാണ്ട് ഇപ്പം നമ്മൾ ഓടി വന്നിട്ട് നമുക്ക് എല്ലാം ചെയ്തിരുന്നു, പിന്നെ നമ്മൾ ഡ്രസ്സ് എടുത്തിരുന്നു, എല്ലാം ചെയ്തിരുന്നു. അപ്പം നമ്മൾ അതാളായ ആളില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക്, അല്ലേ? നമ്മൾ ആർക്കും ഇങ്ങനെ നിൽക്കും. അല്ലെങ്കിൽ നമുക്ക് ഡ്രസ്സ് ഒന്നും എടുക്കാൻ ഇതാക്കാൻ ഒന്നും കഴിയില്ല. അപ്പോൾ ഞാൻ പഠിച്ചൊരു കാര്യം അതാണ്, സിമ്പതിയിലൂടെ നമ്മൾ ഒരുപാട് ബാക്കോട്ട് അടിക്കുന്നത്. അതിന് പകരം നമ്മൾ എന്താ വയ്ക്കുക, എമ്പതി കാണിക്കുക, സിമ്പതി പോലെ. അത് കുറച്ചും കൂടെ നമ്മൾ മുമ്പോട്ടേക്ക് കൊണ്ടുപോകത്തേ ഉള്ളൂ. ഇപ്പോൾ അവൾക്ക് ചെയ്യാൻ പറ്റും, അവളത് ചെയ്തോളൂ എന്നുള്ള ആ ഒരു ഇത് കൊണ്ടുവരിക. അവിടെ കുറച്ചും കൂടി നമുക്ക് മാറാൻ പറ്റും. പിന്നെ ഇങ്ങനെയുള്ളവരുടെ പറയുക, അവസരമൊക്കെ ഒരിക്കലേ കിട്ടുള്ളൂ. അപ്പോൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അവസരം നമ്മൾ പിന്നെ തേടി വരില്ല, അല്ലേ? സമയം പോലെയാണ്, അവസരം പോയാൽ പോയി. പിന്നെ നമ്മൾ പരിശ്രമിച്ച അവസരം നമ്മളെ തേടി എത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. പരിശ്രമിക്കണം, വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. പരിശ്രമിക്കാം. നമ്മളിപ്പം പഠിച്ചവനോട് പ്രാർത്ഥിക്കുകയാണ്, നമ്മൾ പഠിച്ചവനോട് പ്രാർത്ഥിക്കുകയാണ്, പഠിച്ചവനെ എനിക്ക് അത് തരണേ, അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് ഒരു നല്ല ജോലി തരണേ,
അല്ലെങ്കിൽ കുറെ പണം തരണം. പക്ഷെ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? ഇല്ല. നമ്മൾ അതിനനുസരിച്ച് എന്ത് വേണം? പരിശ്രമിക്കും കൂടെ വേണം. താൻ പാതി ദൈവം പാതി എന്നാണല്ലോ പറയുന്നത്. നമ്മുടെ പകുതി നമ്മൾ കൃത്യമായിട്ട് ചെയ്യണം, എന്നാലേ എന്താവുള്ളൂ, പടച്ചവൻ തരാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഈ കുറവുണ്ട് എന്ന് വിചാരിച്ചിട്ട് മാറിയിരിക്കാതെ, ഇപ്പം എനിക്ക് തോന്നുന്നു കുറേ പേരൊക്കെ മാറി. ഇപ്പം അധികം ഈ വീട്ടിൽ തന്നെ ഇരിക്കുന്നത് എനിക്ക് തോന്നുന്നു കുറച്ച് സാമ്പത്തിക ഭദ്രതയുള്ള ആൾക്കാരാണ്. കാരണം അവർക്ക് ഡ്രസ്സിൻ്റെ ഭക്ഷണമുണ്ട്, പാർപ്പിടമുണ്ട്, ക്യാഷുണ്ട്, അതൊക്കെ ഉണ്ട്. ഓക്കെ, സംഭവിച്ചു. പക്ഷെ അതൊക്കെ ഉണ്ടായിട്ടും അവരെ നോക്കുന്ന വീട്ടുകാർ എല്ലാവരും എല്ലാ കാലത്തും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ നാളെ അവരില്ലാണ്ടാകുമ്പോൾ ബാക്കിയുള്ളവർക്ക് ഒരു ബാധ്യതയാവും നമ്മൾ. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ടൊരു ജോലി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്വന്തം കുറച്ച് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും പേടിക്കേണ്ട ആവശ്യമില്ല, അല്ലേ? സ്വന്തം കാലം നിൽക്കാൻ പറ്റിയാൽ ആരും നമ്മുടെ കൂടെ തന്നെ എപ്പോഴും ഉണ്ടാവും. അവർക്ക് നമ്മളൊരു ബാധ്യതയാവില്ല. അപ്പം കിട്ടുന്ന അവസരം പാഴാക്കാതെ നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. പഠിത്തം മാത്രമേ നമ്മുടെ കയ്യിലുണ്ടാവുള്ളൂ, അറിവ് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. പണമായാലും സമ്പത്തായാലും നമ്മുടെ കയ്യിൽ നിന്ന് പോകും, പക്ഷെ നമ്മുടെ അറിവ് ഒരിക്കലും നമ്മുടെ കയ്യിൽ നിന്ന് പോകില്ല. വേറൊരാൾക്ക് പിന്നെ തട്ടിയെടുക്കാനും പറ്റില്ല. സർട്ടിഫിക്കറ്റ് ആയാലും നമ്മുടെ ഉള്ളിലത്തെ അറിവായാലും ഒന്നും. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. എന്നെപ്പോലെ മാറിയിരിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുന്നോട്ട് വരും. പഠിപ്പിക്കലെന്ന് പറഞ്ഞാൽ ടീച്ചിങ് പ്രാക്ടീസിൻ്റെ സമയത്ത് ഞാൻ 4 മാസം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ കോഴ്സിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ ആദ്യമൊക്കെ കുട്ടികൾക്കൊക്കെ ഭയങ്കര അത്ഭുതമാണ്, ടീച്ചർ എങ്ങനെ പഠിപ്പിക്കുക. പിന്നെ അവർക്കെന്നെ മനസ്സിലായി ഈ ടീച്ചർക്ക് പറ്റും എന്നുള്ള കാര്യങ്ങൾ. അതെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഞാൻ ലെസൺ പ്ലാനൊക്കെ എൻ്റെ ഫ്രണ്ട്സ് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ ആ ലെസൺ പ്ലാൻ എഴുതുന്ന സമയത്ത് ആ പോർഷൻ ഇന്ന പോർഷൻ തൊട്ട് ഇന്ന വരെയാണ് എനിക്ക് എടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സ് എനിക്കത് റെക്കോർഡ് ചെയ്യും. അത് ഞാൻ രാത്രി ഇവിടെ വന്ന് നോക്കും. രാവിലെ പോകുന്ന സമയത്തൊക്കെ നോക്കിയിട്ട് ബാക്കിയുള്ളവരൊക്കെ സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാവരോടും ക്ലിയർ ചെയ്ത് പോയിട്ട് അവിടെ പോയിട്ട് പോയിൻറ്റ്സൊക്കെ കൃത്യമായിട്ട് ഇങ്ങനെ പറഞ്ഞു. ആ കൂട്ടത്തിൽ അവരെ ടെക്സ്റ്റും കൂടെ തുറന്ന് വെപ്പിച്ചിട്ടുണ്ടാവും. അപ്പം ഞാനിങ്ങനെ ഒരു പോയിന്റ് പറഞ്ഞ് അവരെ കൊണ്ട് ജസ്റ്റ് വായിപ്പിക്കുക, എല്ലാവരെ കൊണ്ട് വായിപ്പിച്ച് പിന്നെ അതിനെ വിശദീകരിച്ച് കൊടുത്ത് പിന്നെ അടുത്ത പോയിന്റ് പറയും, പിന്നെ അത് വിശദീകരിക്കും. അപ്പോൾ ആദ്യത്തെ പോയിന്റ് പിന്നെയും ചെയ്യും. അപ്പം നമ്മൾ ആദ്യം പഠിച്ചെന്താ, അപ്പം അവർ പറയും ഇന്നതാണ്. അപ്പം അതിലെന്താ മെയിനായിട്ട് നമ്മൾ പറഞ്ഞത് അവരെ കൊണ്ട് തന്നെ പറയും. പിന്നെന്ന് പറഞ്ഞാൽ അവർക്ക് ഫുൾ ടൈം ക്ലാസ് എടുക്കലൊന്നുമില്ലേ, ഉള്ളത് പറയാമല്ലോ. ഫുൾ ടൈം ഈ നമുക്ക് 45 മിനിറ്റാണ് ഉണ്ടാവുക. 45 മിനിറ്റ് ഞാൻ ക്ലാസ് എടുത്ത് പോരണ്ടിരിക്കില്ല, കാരണം പിള്ളേർ ഇരിക്കൂല. സാധാരണക്കാരുടെ ക്ലാസ്സിൽ പോലും പിള്ളേർ ഇരിക്കുന്നില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ എൻ്റെ ക്ലാസ്സിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. അവർ പറയും ടീച്ചർ എടുത്തൊരു പാട്ട് പറഞ്ഞേ, ഒരു കഥ പറഞ്ഞു തന്നെ. അപ്പം ഞാൻ കളിയാക്കാം, ഈ 9ാം ക്ലാസ്സിലെത്തി നിങ്ങൾക്ക് കഥ പറഞ്ഞു തരാം, എന്ത് കഥയാണ് പറയുക, അങ്ങനെയൊക്കെ പറയും. എന്നാലും അവർക്ക് വിശേഷങ്ങൾ ഇതൊക്കെ പറയും. എന്നാലാണെങ്കിൽ എൻ്റെ പോർഷൻസ് ഞാൻ കറക്റ്റായിട്ട് തീർക്കുന്നുണ്ട്. ആ രീതിയിലായിരുന്നു ക്ലാസ് ഉണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് പിള്ളേർ കുറുമ്പല കാണിക്കും. അതെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ ഇപ്പം വർത്തമാനം പറയുന്ന സൈഡിലേക്ക് എനിക്ക് ഞാൻ പറഞ്ഞ ഒബ്സർവ് ചെയ്താലേ നമുക്ക് എല്ലാം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പം വർത്തമാനം പറയുന്ന കേൾക്കും. ഞാൻ പറയും ഇത്രാമത്തെ ബെഞ്ചിൽ ഇന്ന ആൾ വർത്തമാനം പറയുന്നുണ്ടല്ലോ, എന്താ ഇത്ര പറയാൻ ചോദിക്കുമ്പോൾ ടീച്ചർക്ക് കണ്ണാണില്ല, അത് വെറുതെ അല്ല ടീച്ചറെ എങ്ങനെ കറക്റ്റായിട്ട് ഞങ്ങളുടെ പേര് മനസ്സിലാക്കിയിട്ട് പറഞ്ഞേ, ഞങ്ങളാണ് വർത്തമാനം പറയുന്നത്. ഞാൻ പറഞ്ഞ എനിക്ക് കാണും, അവിടെയല്ല ഞാൻ പറഞ്ഞേ. മനസ്സിലാവും, എല്ലാവരും മനസ്സിലാവും. അത് എനിക്ക് ഒരാഴ്ച എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ ക്ലാസ്സിൽ ഏകദേശം 48 കുട്ടികളുണ്ടായിരുന്നു. വലിയ സ്കൂളാണ്. അപ്പോൾ ഒരു ക്ലാസ്സിൽ തന്നെ 48 കുട്ടികളുണ്ടായിരുന്നു. അപ്പം 48 ആളെ ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തെടുക്കണ്ടേ. ഒരു ദിവസം ഒരു അവർ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ, അവർ ബാക്കിയുള്ളത് നമുക്ക് കിട്ടുകയില്ല. ഒരാഴ്ച കൊണ്ട് തന്നെ ഞാൻ അവരെല്ലാം പഠിച്ചെടുത്തു. അതുകൊണ്ട് ആര് വർത്താനം പറഞ്ഞാലും അത് ആരോ വർത്താനം പറയുന്നത്, എത്രാമത്തെ ബെഞ്ച് എന്നാ പറയുന്നത് ഒക്കെ മനസ്സിലാവും. ഞാൻ നടന്നിട്ടൊക്കെയാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. ഒരു ഭാഗത്ത് നിന്നിട്ട് എടുക്കലില്ല. കാരണം നിന്നിട്ട് എടുത്തു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ കിടക്കും, ബാക്കിലുള്ള വർത്താനം പറയും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പണിയിലൊക്കെ ഏർപ്പെടും. അപ്പം കിടക്കും. അതുകൊണ്ടൊക്കെ ഞാൻ എന്താക്കും, നടന്നിട്ട് തന്നെ ക്ലാസ് എടുക്കും. കിടന്ന കുട്ടികളെ പറഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. പെട്ടെന്ന് ഇപ്പം എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചു, ഞാൻ എല്ലാവരോടും ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പം ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ കിട്ടുന്നില്ല എന്ന് കാണുമ്പോൾ ക്ലാസ്സിലല്ലായിരുന്നല്ലേ മനസ്സിലാക്കും. അതെന്ന് പറഞ്ഞാൽ നമുക്ക് ട്രെയിനിങ് പീരീഡാണ്. കുട്ടികൾ ചെറിയ പിള്ളേരല്ലേ, 9ാം ക്ലാസ്സൊക്കെ അല്ലേ. അപ്പം അവരെ കുറ്റം പറയാനും പറ്റില്ലല്ലോ, അവരുടെ ഒരു പ്രായത്തിൻ്റെയും കൂടിയാണത്. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയും, ഞാൻ ടീച്ചറോട് പറഞ്ഞു കൊടുക്കും, HM കംപ്ലയിൻറ്റ് ചെയ്യും. ഉറപ്പാണ് ഞാൻ കംപ്ലയിൻറ്റ് ചെയ്യുവേ. അപ്പം ഇല്ല ടീച്ചറെ നമ്മൾ അറിയുന്നത്.
പിന്നെ പറഞ്ഞാൽ അവിടെ ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ടീച്ചേഴ്സ് പറഞ്ഞു പിന്നെ പോകുമ്പോൾ ഒരാളെയും കൂടെ കൂട്ടിക്കോ. ട്രെയിനീസ് ആയതുകൊണ്ട് തന്നെ അവർക്ക് നമ്മൾ വലിയ പേടി ഉണ്ടാവില്ല. അവർക്കറിയാം നമ്മൾ അടിച്ചാലും ഇതൊക്കെയാലും നമ്മൾ കംപ്ലൈൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ചീത്ത കേൾക്കുന്നത് കുട്ടിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അവർക്ക് ആ ഒരു വില നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എൻ്റെ അടുത്ത് നല്ല ഇതായിരുന്നേ. അപ്പോൾ പിന്നെ ടീച്ചർ പറഞ്ഞു അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരാളെ കൂട്ടിക്കോന്ന് പറയും. അപ്പോൾ അവരിങ്ങനെ അവിടെ വന്ന് ചിലപ്പോൾ ഇരിക്കും. എന്നാലും കുട്ടികൾ കളിക്കേണ്ടതൊക്കെ കളിക്കും. എന്നാലും നമ്മുടെ ഒരു ധൈര്യത്തിന് വേണ്ടിയിട്ട് മീൻസ് ഒരു എല്ലാവരും ക്ലാസ്സിൽ അടങ്ങി ഇരിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടൊക്കെ. പിന്നെ നമ്മുടെ ടീച്ചറും പുറത്തുണ്ടാവും. ടീച്ചർ ഉണ്ടാവും നല്ല അടങ്ങി ഒതുങ്ങിയിരിക്കും. ടീച്ചർ പോയി കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് അനക്കം വരും. അങ്ങനെയൊക്കെ ഭയങ്കര രസമാണ്. അതൊക്കെ എനിക്ക് എന്തോ ഒരു ഇഷ്ടക്കെടുക്കണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഭയങ്കര രസമായിരുന്നു അവരുമായിട്ട് ഇങ്ങനെ പിന്നെ ക്ലാസ് എടുക്കുക, അവരെ വിശേഷങ്ങൾ അറിയുക. ഒരു രസമാണ്. ഒരു ടീച്ചിങ് എന്നൊക്കെ പറയുമ്പോൾ ഇത്രത്തോളം മനോഹരമാണെന്ന് അറിഞ്ഞു തന്നെ ഞാൻ ടീച്ചിങ് പ്രാക്ടീസിൻ്റെ സമയത്താണ്. ടീച്ചിങ് പ്രാക്ടീസ് CB സൈഡ് തളിപ്പുണ്ട്. പിന്നെ UP സ്കൂളിൽ 1 മാസം ഉണ്ടായിരുന്നു. അത് അക്കിപ്പറമ്പ. ഇത്ര ദൂരം ഇപ്പൊ ഒറ്റക്കല്ല പോകുന്ന കാണുന്നത്, ഇത്ര ദൂരത്ത് ഒറ്റയ്ക്ക്. അതെന്ന് പറഞ്ഞാല് പിന്നെ അഴീക്കല് പിന്നെ ഷാഹിന എടുത്താത്തിണ്ട് ഒറ്റയാൾക്ക്. പിന്നെ അവര് എൻ്റെ കൂടെ BEd ഉണ്ടായിരുന്നു അവിടെ തന്നെ. ഓരോ ഇംഗ്ലീഷാണ്, ഞാൻ സോഷ്യലാണ്. അപ്പം ഞങ്ങൾ പിന്നെ തന്നെ ഓരോ ഇല്ലാത്ത സമയത്ത് പഴയങ്ങാടിയിലൊരു ഷെഹനാസ് എടുത്താത്തിണ്ട്. അപ്പോൾ ഓരോ പഴയങ്ങാടിയിലേക്ക് വന്ന് അവിടെ വെയിറ്റ് ചെയ്യും. ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ മുമ്പ് എൻ്റെ സ്റ്റോപ്പിൽ നിന്ന് ബസ് ചെയ്ത് തരും. പിന്നെ അതും അല്ലെങ്കിൽ ഞാൻ തറക്കുന്ന ഒരു കുട്ടിയുണ്ട് നീതു പറഞ്ഞിട്ട്, അവരുടെ കൂടെ പോകും. ഹെൽപ്പുണ്ട്. ഞാൻ പിന്നെ ഇപ്പം നമുക്ക് തളിപ്പുറം പറയുന്നത് ഏത് വഴി വേണമെങ്കിൽ നമുക്ക് പോകാമല്ലോ. പുതിയൊരു വഴി പോയിട്ട് അവിടുന്ന് തളിപ്പുറമ്പേക്ക് പോവാം. തറ വഴി പോയിട്ട് അവിടുന്ന് ധർമ്മശാല 5-ാം പീടിക വഴി തളിപ്പുറമ്പേക്ക് പോവാം. പഴയങ്ങാടിയിൽ തളിപ്പുറമ്പേക്ക് പോവാം. അപ്പോൾ ഏതെങ്കിലും വഴിയിലൂടെ അധികം ശാന്താത്ത ലീവ് ആവില്ല. എന്നാലും എങ്ങാനും ലീവ് ആയാൽ ഈ വഴിയിലോട്ടൊക്കെ ഞാൻ പോകും. ഇപ്പൊ ഞാൻ വിളിച്ചപ്പോ തന്നെ സലാമ വഴി പറയുന്നു, നല്ല കറക്റ്റ് ആയിട്ട് വഴി പറയും. അപ്പൊ നമുക്ക് തന്നെ പെട്ടെന്ന് ആരെങ്കിലും വിളിച്ചിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഒരു പെട്ടെന്നൊരു പതർക്കവും. പക്ഷെ സലാമക്ക് അങ്ങനെ ഒന്നുമില്ല, നല്ല എന്തില്ല എങ്ങനെയാണ് ഇത്രയും കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരാൻ കഴിഞ്ഞത്. അതിന് നമ്മൾ കുഞ്ഞിലേ നമ്മൾ ജനിച്ചു വളർന്ന സ്ഥലമല്ലേ ഇത്. അപ്പോൾ ഓരോ ഇത് വരുമ്പോഴും നമ്മളിവിടെ നോട്ട് ചെയ്യും. ഇങ്ങനൊക്കെ പറഞ്ഞു കൊടുത്താലും ഇന്നത്തെ പുതിയ വീട് വരുന്നത് എല്ലാം നമ്മളെല്ലാം അറിയുന്നുണ്ടല്ലോ, എല്ലാം നമ്മൾ അറിയുമല്ലോ. അപ്പം നമ്മളിങ്ങനെ ഓരോന്ന് കൊണ്ടുവരും. ഇവിടെ ഇന്നത് ഇവിടെ വരുന്നത്. അപ്പോൾ അത് പറഞ്ഞിട്ട് അവർക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ ആദ്യമൊക്കെ ആണെങ്കിൽ എനിക്കൊന്നും പറയാൻ വഴിയില്ലായിരുന്നു. എനിക്കൊരു കട മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ വീട് എടുക്കുന്നതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് ആ വീട് എടുക്കുന്നിടത്ത് നിന്നാൽ പറഞ്ഞാൽ മതി, ഞാൻ നമുക്കത് പിക്ക് ചെയ്തോളാം. അത് പറയാൻ പറ്റിയത് അതുകൊണ്ടാണ്. കാരണം ഞാൻ എല്ലാം അറിയുന്നുണ്ട് ഇവിടെ തന്നെ. നമ്മൾ പോകുമ്പോൾ തന്നെ നമ്മളൊരു ഇത് മാറുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഇതിപ്പോൾ അതിപ്പോൾ നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ സ്ഥിരം പോകുന്ന റൂട്ട് അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവും വേറെ വഴിയിലൂട്ടേ പോകുന്നു, അത് മനസ്സിലാവും. അപ്പോൾ അതിങ്ങനെ ഓരോന്ന് മനസ്സിലായി. കാരണം നമുക്ക് എന്നാലേ ഒരാളിപ്പോൾ നമ്മൾ വിളിച്ചിട്ട് ഇപ്പോൾ ചോദിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും പതറിപ്പോരുതല്ലോ. കാണുന്നില്ല എന്നുള്ളത് കൊണ്ട് അയ്യോ അത് ഞാൻ അവർക്ക് ചോദിക്കട്ടെ എന്ന് പറയേണ്ട ഒരവസ്ഥ വേണ്ട. അതുകൊണ്ടാണ് ഞാൻ കറക്റ്റായിട്ട് എല്ലാം മനസ്സിലാക്കി വെക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല നേരെ വരാനും വേണ്ടിയിട്ട്. നമ്മളോട് സംസാരിച്ചതിന് വളരെയധികം സന്തോഷമുണ്ട്. എനിക്ക് കൂടായിട്ട് എല്ലാം ചോദിച്ചതിനാലും നല്ല മറുപടി തന്നിട്ട് എനിക്ക് ഒരുപാട് സന്തോഷമായി. കാരണം പിന്നെ എൻ്റെ ഒരു സഹപാഠിനെ തന്നെ എനിക്ക് എൻ്റെ അടുത്തൊരു ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നു, അത് കാണാൻ പറ്റി. ഭയങ്കര സന്തോഷമായി.